ഗില്ലിനെക്കാളും ഓംറർ എന്ന നിലയിൽ യോഗ്യത തെളിയിച്ച ആളാണ് സഞ്ജു. യോഗ്യത തെളിയിച്ചുവെങ്കിലും സഞ്ജുവിനേക്കാളും ടെക്നിക്കലി ബെറ്റർ ആണ് ഗിൽ എന്നാണ്. ടെക്നിക്കലി ബെറ്റർ ആണെങ്കിൽ പിന്നെ താഴേക്ക് ഇറങ്ങി കളിക്കാമല്ലോ, ഫസ്റ്റ് ഡൗണോ സെക്കൻഡ് ഡൗണോ കളിക്കാം. ഞാൻ 2020 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പവർ പ്ലേയിൽ സിക്സുകൾ ഹിറ്റ് ചെയ്യുക, ഒരുപാട് റൺസ് അടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു 139 140 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഗില്ലിനെ പോലെ ഒരാളല്ല 2020 ഓപ്പൺ ചെയ്യേണ്ടത് സഞ്ജുവിനെ പോലെയുള്ള ഒരു ഹിറ്ററാണ്. ഇന്ത്യൻ മാനേജ്മെന്റ് ഇപ്പൊ നോക്കുന്നത് കുറച്ചും കൂടി സ്റ്റാൻഡ് ചെയ്ത് നിന്ന് കളിക്കാൻ സമയമില്ല. ഒരാളടിക്കും വിക്കറ്റ് പോകാണ്ട് നിന്ന് കളിക്കാൻ പറ്റിയൊരു പ്ലെയർ. ടെസ്റ്റ് അല്ലല്ലോ കളിക്കുന്നത്, 20 ഓവറേ ഉള്ളൂ, 10 ബാറ്റർമാരുണ്ട്, ഒരാൾക്ക് 2 ശരാശരി. ഒരു കളിക്കാരന് 2 ഓവറാണ് ശരാശരി. അപ്പോൾ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്ന ആള് അടിക്കുന്ന പവർ പ്ലേ അത്രയും കളിച്ചാൽ മതി. പവർ പ്ലേയിൽ നമ്മളെ സ്കോർ 80 90 100 എത്തിക്കാൻ ഭാഗത്തിന് കെൽപ്പുള്ള ഓപ്പണർമാരാണ്. നിന്ന് 20 ഓവർ നിന്ന് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറിനെ 20 ഓവർ നിന്ന് കളിക്കാൻ വേണ്ട, അങ്ങനെ ഒരു പ്ലെയറിനെയാണ് ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് മാറ്റാത്തത്. 20 ഓവർ നിന്നാൽ ആ കളിക്കാരൻ എത്ര ബോൾ ഫേസ് ചെയ്യും? ഗില്ല് നിന്ന് 60 ബോൾ ഫേസ് ചെയ്യും. 60 ബോൾ ഫേസ് ചെയ്താൽ ഒരു 130 റൺ ഗില്ല് അടിക്കും. ഗില്ലൊരു 100 റൺ അടിച്ചാൽ മതിയല്ലോ. 60 ബോൾ ഫേസ് ചെയ്താൽ 100 റൺ കൺസിസ്റ്റൻസി മതിയല്ലോ. കൺസിസ്റ്റൻസി